നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ ഒന്ന് പറ. പഞ്ചായത്തിൽ പറഞ്ഞാലും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഞാനിവിടെ നമ്മളെ തോട്ടിൽ മാലിന്യം കൊണ്ടിരുന്നത് അമാരെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ല, ഞാനിത് 2 ദിവസത്തിനകം പിടിക്കും. അതിപ്പോൾ എൻ്റെ കിട്ടുമല്ലോ. ശരി, അങ്ങോട്ട് വിളിക്കാം. എടാ ശശി, എടാ നിനക്ക് 24 മണിക്കൂർ ഈ കുളക്കങ്കരെ കൊക്കരിക്ക് വരെ ഇന്ന് മീൻ പിടിച്ചാൽ മതിയോടാ. ഞാൻ മീൻ പിടിക്കാതെ 4 കാര്യം 4 വരാരെന്നും പറഞ്ഞ് വെള്ളത്തിൽ കട്ട ചെയ്തിട്ട് കഴിഞ്ഞാൽ മീൻ വന്ന് എൻ്റെ കട്ടി കിടക്കുമോ മെമ്പറേ? എടാ വേറെ എന്തെങ്കിലും നല്ല ജോലിക്കാരാണ് പോടാ അന്വേഷിച്ച്. നമുക്കൊക്കെ ആര് ജോലി തരാനാ മെമ്പറേ? എടാ നമ്മളെ വായനശാല നമ്മൾ ഒരു തൂപ്പുകാരൻ്റെ ജോലിയുണ്ട്. ഇച്ചിരി വൃത്തിയും വിനയൊക്കെ വേണം, മനസ്സിലായല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കും. നീ വൈകിട്ട് വന്നൊരു കാര്യം ചെയ്യും, താക്കോലും ഒന്ന് വേടി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ രാവിലെ വരണം കേട്ടോ? ഓക്കെ. കൊള്ളാം. എഴുത്തും വായന അറിയാത്ത, സ്കൂളിന്റെ തിണ്ണ പോലും കാണാത്ത ഇവനാണോ മെമ്പർ ജോലി പഠിച്ചു കൊടുക്കാമെന്ന്? കഷ്ടം. കൊള്ളാം, നന്നായിരിക്കും. ശോഭനെ ആരെ അങ്ങനെ തള്ളിക്കളയരുത്. പൊക്കി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനങ്ങ് രക്ഷപ്പെട്ടോളും. ശോഭനെ പൊക്കി വിട്ടോ എങ്ങനെയെങ്കിലും നന്നായി കണ്ടാ മതി. മതിയല്ലേ ശശി? അപ്പൊ നീ നാളെ അങ്ങോട്ട് വാടാ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ. മെമ്പറാ, ഞാന് വായനശാല സെക്രട്ടറിയാ, രമേശൻ. അത് നമ്മളെ ആട് പ്രതീക്ഷിച്ച കണക്കല്ല കേട്ടോ. പുള്ളിക്കാരെ ഈ വായനശാലയുടെ പൂന്തോട്ടം ആക്കുന്ന പരിപാടിയാ. അല്ലെങ്കിൽ നമ്മളാരെങ്കിലും കൊച്ചാക്കി കാണേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മാസം ഒരു ചില്ലറ കൊടുക്കാം പാവം. ഓ ശരി. ഓ ഞാൻ വിളിക്കാം. ഓ ഇവിടെയൊക്കെ നല്ല എന്തോ നല്ല മാർബിൾ ഇട്ട പോലെ വിളിക്കാം. ശരി, ചായ കുടിച്ചായിരുന്നോ? ഇനി വാടാ. നീ എന്നെ മര്യാദ ഇവനെ ഇന്ന് ഞാൻ കൊല്ലും. അനിലേ കാര്യം ഞാൻ സമാനപ്പെടും. നിങ്ങളൊന്ന് മാറ്. ഞാൻ ചോദിക്കട്ടെ, കാര്യം ചോദിക്കട്ടെ. എന്ത് ചോദിച്ചാൽ ഇവനെ ഞാൻ കൊല്ലും. എന്റെ പൊന്നു സെക്രട്ടറികളെ കാര്യം പറയട്ടെ. ഇവനെ കൊണ്ട് മെമ്പറല്ലേ പറഞ്ഞ ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ. പഴയതെല്ലാം വൃത്തിയാക്കാൻ പറഞ്ഞില്ല. അലമാരക്കകത്തിരുന്ന പഴയ പുസ്തകങ്ങളെല്ലാം എടുത്ത് ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്തൊക്കെയാ കത്തിച്ചെന്നറിയാവോ? പൈലോപ്പള്ളിയുടെ കൃതികള്, വില്യം ഷേക്സ്പിയറിന്റെ മുതല്ലോ, ഇതെല്ലാം സഹിക്കാം. ഇവിടെ ഗാന്ധിജിയുടെ കൈപ്പടയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഒപ്പോട് കൂടിയ കയ്യെഴുത്ത് മാസമേ ആ തീക്കകത്ത് കത്തുക കേട്ടോ. മഹാത്മാഗാന്ധി എഴുതിയ വരികളൊക്കെ ഓർമ്മയുണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി, മെമ്പർ എഴുതി തരും. അതൊരു വലിയ പുസ്തകമായിട്ട് ഞാൻ അലമാരെ കൊണ്ടുവയ്ക്കാം. അപ്പൊ പ്രശ്നമൊക്കെ തീരുമല്ലേ? പിന്നെ ഗാന്ധിജിയുടെ ഒപ്പം ഇടൂടാ. ഗാന്ധിജിയുടെ ഒപ്പ് മെമ്പർ ഇടുവോ ഞാനിടണോ? ശശി, എന്റെ പൊന്നു സെക്രട്ടറി, യവനല്ല ശശി. യവനെ ഈ ജോലിക്ക് പറഞ്ഞേച്ച ഞാനാ ശശി.